നമുക്ക് ഒരു ആക്സിസിനെ ചുറ്റും ഒരു ഒബ്ജക്റ്റിനെ കറക്കാൻ യൂസ് ചെയ്യും. ഇതുപോലെ സെലക്ട് ചെയ്യുന്ന ചെയ്യാനത് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് എടുക്കാം. നിങ്ങൾ ഫുള്ളായിട്ട് എടുത്തില്ല ചുമപ്പലനാണെങ്കിൽ അത് ചുമപ്പാരോണെങ്കിൽ ഇത് വച്ചു ഫുൾ സെലക്ട് ചെയ്യാം, ടിക്ക് ചെയ്യാം. സെലക്ട് ലൈൻ ടു ബി യൂസ്ലെസ് ആക്സിസ്. ഏത് ലൈനിന് ചുറ്റുമാണ് ഇപ്പൊ നമ്മൾ ചെയ്തേക്കണം ഈ ഫിഗർ കറങ്ങുന്നത്. ഓക്കെ, ഇത് ചുറ്റും സെന്റർ ലൈനിന് ചുറ്റും നേരെ ഈ എക്സെപ്റ്റ് ഡയറക്ഷൻ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് വെറുതെ കൊടുക്കുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ബോഡി, കട്ട് ബോഡി, പിന്നെ ആംഗിൾ. നമുക്കിപ്പോ ഫുള്ള് കുപ്പി ഉണ്ടാക്കണമെങ്കിൽ 360 ടൈം തുടങ്ങി അവിടെ തന്നെ പാസിന് 150 കൊടുത്താൽ പാസിന്. അപ്പൊ ഇതൊന്നും ചെയ്യണം വേണ്ട നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുപ്പി വരക്കാം. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. വരയ്ക്കുമ്പോ ഡയമെൻഷൻ ശ്രദ്ധിക്കണം. അതായത് ഞാൻ ഇതിന്റെ ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് 139 അതിന് കൂടെ നമുക്ക് കൂടുതലാണ്. 150 വെച്ചോളില്ല. കാരണം നമുക്ക് പിന്നെ പറയുമ്പോ 10 നിയന്ത്രണം 10 മുതൽ അല്ല വരക്കുന്നവരുണ്ട്. 10ാമത്തിലെ കുട്ടി എന്ന് പറയുമ്പോ ഒരു സെന്റിമീറ്റർ ഉണ്ടാവും. അളവെടുത്തിട്ടാണോ വരട്ടെ. എന്റെ വളരെ കൂടുതലായിരുന്നു 10ാമത്തിലെ കുട്ടി നോക്കി വരക്കണം. ഇത് വരച്ച് ഇനിയിപ്പോ നമ്മള് കുപ്പിയെല്ലാം ഉണ്ടാക്കുന്നത് കുപ്പിയുടെ മോൾഡാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മോൾഡ് ഉണ്ടാക്കി എന്ത് ചെയ്യണം അറിയോ? ഒരു റെക്ടാങ്കിൾ ഇല്ല, ഇതിന് ചുറ്റി വരക്കുക. അതിന് ചുറ്റി വരക്കണതിനും വേണ്ടല്ലോ ഈ സാധനം നമുക്ക് ഇതിന്റെ സെന്ററിലേക്ക് കയറണം. കുപ്പി ഇപ്പൊ ഈ സെന്റർ ഒറിജിൻ പോയിന്റിന്റെ അറ്റത്തല്ല സെന്ററിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് എക്സോണിലി 140 ഉണ്ട്. ഇത് നമ്മൾ കൊടുക്കണ ഏത് പോയിന്റാണോ ആ പോയിന്റ് കറക്റ്റ് ഒറിജിനിൽ പോയി ഏകദേശം സെന്റർ പിടിച്ചിട്ട് സെന്ററിലേക്ക് ഒന്നാണ്. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പൊ അത് സെറ്റ് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ അതോടെ 110 വെച്ചിട്ടുണ്ടെങ്കിൽ 55 ആ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ആവും. ഏകദേശം സെന്റർ മതി. അങ്ങനത്തെ പരിപാടി ഇല്ല. അതായത് പറ്റില്ല. ഇത് നമ്മള് ഏതെങ്കിലും പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ എക്സോമിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്ലേറ്റ് കൊടുക്കും. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏതാണ് നിൽക്കുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, സെലക്ഷൻ കൊടുക്കുക. നമുക്ക് സെറ്റ് ആണുള്ള സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം എല്ലാം പോയിട്ട് വയ്യാണ് പോയിട്ട് വൈകുക നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സർക്കാരിനൊക്കെ ഏകദേശം ഒരു സെന്ററിലെ ഇനി ഇതിന്റെ മുകളിലാണ് നമ്മൾ ഉണ്ടാക്കാൻ. നേരെ ഒരു റെക്ടാങ്കിൾ എടുക്കുക. ഇതിന്റെ സെന്ററിൽ നിന്ന് സെന്റർ വന്നിട്ട് ഫിറ്റാവുന്ന രീതിയിൽ ഒരു റെക്ടാങ്കിൾ എടുക്കാം. ഡയമെൻഷൻ ഒന്നും വേണ്ട, കറക്റ്റ് ഇത് ഫിറ്റാവണം. ഇപ്പൊ ഇതിനെ നമുക്ക് നീക്കാൻ നിൽക്കാം. ഇപ്പൊ ഇതിന്റെ പറയുന്നത് ഇവിടെ ഈ വഴിയിലേക്ക് കഴിഞ്ഞാൽ പ്രോഗ്രാം സെന്റർ
ജസ്റ്റ് ഞാൻ ഒരു ഇത് ഇപ്പൊ ഏകദേശം 140 201 ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുത്തു 140 ജസ്റ്റ് ഇത് വെച്ച് ഇപ്പൊ നമ്മളാ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ സെന്റർ ലൈനിൽ നമ്മളാ ആ പെട്ടിയില് അപ്പുറത്തോട്ട് കുപ്പിയിടും എല്ലാം കുപ്പിയിട്ടിട്ടാണ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോളിഡിൽ എക്സ്പ്ലോഡ് ചെയ്ത് പോകണം. നമുക്ക് ഇപ്പൊ വരച്ച പെട്ടി എക്സ്പ്ലോഡ് ചെയ്യാം. എങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യാം? താഴത്തേക്ക് ഒരു അമ്പലം നമുക്ക് ഈ കുപ്പി ഈ പെട്ടിനുള്ളിൽ ഇരിക്കാം. പുറത്തേക്ക് വരും അത്രേ ഉള്ളൂ. 50 കഴിഞ്ഞ് 40,000 കുഴപ്പമില്ല. ഇതെടുത്തിട്ട് സോളിഡിൽ ഇതാണ് ഇവിടെ പെട്ടിയുടെ എക്സ്പ്ലോഡ്. ഇതിലെ പാരാമീറ്റേഴ്സിൽ 50 മാറ്റി 40,000 ഇവിടെ കുറച്ച് കുറയും. പക്ഷെ എപ്പോഴും കുപ്പി വിളി തന്നെയല്ലേ അല്ലേ? കുപ്പി വിളി തന്നെ. ഇപ്പൊ നമ്മള് കുപ്പി വരച്ച് പെട്ടി വരച്ച് ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കുപ്പിയുടെ മോൾഡാണ് വേണ്ടത്. അതായത് കുപ്പി ഈ പെട്ടിക്കുള്ളിൽ നിന്ന് മാറണം. കുപ്പി ഇതിന്റെ ഉള്ളിൽ നിന്ന് മാറണം. ഷേപ്പാണ് അതിലാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടാനായിട്ട് സോളിഡിൽ തന്നെ പുതിയ 2-3 കാര്യങ്ങൾ കൊടുക്കും. ബൂലിയൻ ആടുണ്ട്, ബൂലിയൻ റിമൂവ് ഉണ്ട്, ബൂലിയൻ കോമുണ്ട്. ഓരോന്നും ചെയ്യാം. ഞാൻ ബൂലിയൻ ആടാണ് ഉദ്ദേശിക്കുന്നത്. ബൂലിയൻ ആടെന്ന് ഉദ്ദേശിക്കുന്നത് 2 ഒബ്ജക്റ്റ്. ഇപ്പൊ ഇത് 2 സെപ്പറേറ്റ് ഒബ്ജക്റ്റാണ്. അതായത് ഞാൻ ഇപ്പൊ ഇത് ക്ലിക്ക് ചെയ്താൽ ഇത് മാത്രമേ സെലക്ട് ആവുള്ളൂ, ഇത് ക്ലിക്ക് ചെയ്താൽ ഇത് മാത്രമേ സെലക്ട് ആവുള്ളൂ. 2 സെപ്പറേറ്റ് ഒബ്ജക്റ്റാണ്. നമുക്ക് ഒരുമിച്ച് ആക്കാനായിട്ടാണ് ബൂലിയൻ ആഡ് ചെയ്യുന്നത്. സോളിഡ് എടുക്കുക, ബൂലിയൻ ആഡ് കൊടുത്തിട്ട് ഇതും ഒറ്റൊരു ഒബ്ജക്റ്റാണ്. 2 ക്ലിക്ക് ചെയ്യുക. ഈ പച്ചയാണ്, ഇതാണ് എൻഡ് സെലക്ഷൻ. സെലക്ട് ആയത് കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇത് 2 കൂടി ഒറ്റൊരു പീസാണ്. ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യും. അതായത് ഇനിയിപ്പോ കുപ്പി വേറെയല്ല, ഞാൻ കുപ്പിനെ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ചെയ്യും. അതാണ് ബൂലിയനാണ്. നമുക്ക് ഇപ്പൊ വേണ്ടത് അതല്ല, നമുക്ക് പിന്നെ വേണ്ടത് നമുക്ക് ബൂലിയൻ റിമൂവാണ് വേണ്ടത്. ഞാനിപ്പോ ജസ്റ്റ് ഈ ബൂലിയനാണ് ചെയ്ത് ഒന്നും ഇല്ലാണ്ടേക്ക്. അപ്പൊ പിന്നെ പറഞ്ഞപ്പോ ക്ലിക്ക് ചെയ്യുമ്പോ ഇതായി അടുത്തെടുക്കുക. സോളിഡില് ബൂലിയനാണ് മനസ്സിലായില്ലേ? 2 ഒബ്ജക്ട്സിന് ഓക്കെ. ബൂലിയൻ റിമൂവ് എടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബൂലിയൻ റിമൂവ് എന്ന് വെച്ചാൽ ഏത് ഒബ്ജക്റ്റിന് ഏത് ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണം അതാണ് നമ്മൾ പറയുന്നത്. ആദ്യം ക്ലിക്ക് ചെയ്യണം ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവും, രണ്ടാമത് ക്ലിക്ക് ചെയ്യണം ഒബ്ജക്റ്റ് അവിടെ പോകും. അപ്പൊ നമുക്ക് ശരിക്കും വേണ്ടത് കുപ്പി കളയണം, പെട്ടികൾ വേണം. ഞങ്ങൾക്ക് താല്പര്യം ചെയ്യാൻ വേണം. ആദ്യം കുപ്പി ക്ലിക്ക് ചെയ്ത് പിന്നെ പെട്ടി ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുപ്പിയോടെ എനിക്ക് പെട്ടി കൊടുക്കും. എന്റെ സെലക്ഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം മാറ്റി കൊടുക്കും. ഇതെല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് നേരെ തിരിച്ചേക്കാം. അത് നേരെ എന്ത് ചെയ്യണം? ബൂലിയൻ കൊടുക്കുക. നമുക്ക് വേണ്ടത് സോളിഡ് എടുക്കുക, ബൂലിയൻ കൊടുക്കുക. ആദ്യം വേണ്ടത് ഇവിടെ വേണ്ട സാധനം പെട്ടി നമുക്ക് ഇവിടെ വേണം. അതിനെന്തെടുത്ത് കളയണം? കുപ്പി എടുത്ത് കളയണം. സെലക്ഷൻ കൊടുക്കുക. ഇതേപോലെ ഒരു മോഡൽ കിട്ടും. അതായത് ആ കുപ്പിയുടെ ഷേപ്പ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മള് പ്രോഗ്രാം ചെയ്യുന്നത്. മനസ്സിലായത് സംഭവം? ആദ്യം ഒരു കുപ്പിയുടെ ഹാഫ് വരച്ച് അത് നമ്മൾ റിമൂവ് ചെയ്ത് ഫുള്ളാക്കി എന്നിട്ട് അതിന് ചുറ്റി പെട്ടി വെച്ചിട്ട് പെട്ടിയെ സ്കൂൾ ചെയ്താക്കി അതിന് ആ കുപ്പി എടുത്ത് കളഞ്ഞു. ഇനി ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിന് കാണിച്ച് ഞാൻ ഇതിലേക്ക് വരാം. ഇവിടെ ബൂലിയൻ കോമൺ എന്നുള്ള സാധനം. ബൂലിയൻ കോമൺ എന്ന് വെച്ചാൽ ഇത് രണ്ടിലും കൂടി കോമൺ ആയിട്ട് എന്താണുള്ളത് അത് മാത്രം ബാക്കി പോകും. ആദ്യം നമ്മള് കുപ്പി തൊട്ട് മറ്റേ ചെയ്തപ്പോ ആ കുപ്പിയുടെ മോൾ ഭാഗമുണ്ട്. രണ്ടാമത് നമ്മള് ഇത് തൊട്ട് പെട്ടി ക്ലിക്ക് ചെയ്ത് കുപ്പി ആക്കിയപ്പോ പെട്ടി കുപ്പിയോട് ചെയ്യും. ഇനി രണ്ടിന്റെ ഇടക്കുള്ള സംഭവം ഇതുവരെ കാണുന്നത്
കുപ്പിയുടെ അടിയിൽ കിട്ടുന്ന സാധനം ആ പെട്ടിയിലുള്ള ആ ഫോമായിട്ടുള്ള ഇല്ല, അതായത് കൂടി വരാൻ മതി. കുപ്പിയുടെ അടിഭാഗം മാത്രം കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, 2 രൂപ ഒരുമിച്ചുള്ള നമുക്ക് ഇതെല്ലാം റിമൂവ് ആണുണ്ട്. കോമൺ ആദ്യം പെട്ടി സെലക്ട് ചെയ്യുക, പിന്നെ സെലക്ട് ചെയ്യുക, എന്നാലേ പെട്ടിനുള്ളിൽ നിന്ന് ഉപയോഗം. ഓക്കെ, ചെയ്യാൻ നമ്മളെ ഡ്രോയിങ് ഇതിനാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഒരു കാട്ടുക, അധികം കോംപ്ലിക്കേറ്റഡ് വേണ്ട. ഏകദേശം സാധാരണ വെബ്സൈറ്റ് ഉപയോഗം വരണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മറ്റേ ഈ സീസറൊക്കെ വരക്കാൻ കിട്ടൂല, അതാ. ഓക്കെ, ഇപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മളെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ആദ്യം വരുന്നത് മെഷീൻ പേജ് ഷീറ്റ് ഒന്ന് ആദ്യം തന്നെ പ്രോപ്പർട്ടീസ് സ്റ്റോക്ക് സെറ്റ് കൊടുക്കുക, നേരെ ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഈ പെട്ടി കിട്ടുക അതിലാണ് ഇനി നേരെ ഇത്ര നേരം നമ്മൾ പഠിച്ചത് 2D രൂപ, അതായത് ഇപ്പൊ 2010 രൂപ പുതിയ വെച്ചിട്ടുള്ള 2D രൂപ സപ്ലൈ. ഇതിപ്പോ നമുക്ക് എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാല് രൂപത്തിൽ ഇവിടെ തുടങ്ങി ഈ എഞ്ചിനീയറിംഗ് വരെ 2D ആണ്. പിന്നെ ഈ കാണാൻ 2D ഇതാണ്, പിന്നെ ഇത് 2D ആണ്. ഈ സംഭവങ്ങളൊക്കെ വേറെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ തുടങ്ങാണ്ടായി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ പിന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ 2 ലൈൻ ഇടയ്ക്ക് കിടക്കുന്നതാണ് 2D. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇടയ്ക്കുള്ളതാണ് 3D. ഇത് നമുക്ക് ഒരെണ്ണം കിട്ടിയുമ്പോൾ ഇതിൽ തന്നെ കുറെ കണക്ട് സർഫസ് അപ്പ് എടുക്കുമ്പോ ഈ ഇഷ്ടമാതിരി നമ്മൾ കണ്ട് അവിടെ കേട്ട സാധനങ്ങൾ കുറിച്ചിട്ട് 3D ആണ് ഇതിന്റെ സെലക്ഷൻ പേരാണ്. 2D എന്ന് പറയുമ്പോൾ നമുക്ക് ലൈൻ ഡയഗ്രം സെലക്ട് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ ബോഡി വേണമുള്ള സെലക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഫസ്റ്റ് റഫ് അടിക്കാൻ വേണ്ടി അപ്പോ റഫിനും ഫിനിഷിനും സെപ്പറേറ്റ് ആയിട്ടുണ്ടല്ലോ, സർഫസ് റഫ് സർഫസ് ഫിനിഷ്. നമുക്കിപ്പോ ഓട്ടോമാറ്റിക് 3D വർക്കിൽ ചെയ്യാൻ പറ്റുന്ന ഉപാധാനം ഈ സർഫസ് റഫിൽ പോകെട്ടുള്ളത് എങ്ങനത്തെ ഷേപ്പാണ്. ഇപ്പൊ താന്നിട്ടാണ് പൊങ്ങിട്ടാണ് എന്താണെങ്കിലും ഈ സർഫസ് റഫിലെ പോകെട്ട ഒരു പരിധി. പിന്നെ വേറെ ഇതില് ഇപ്പൊ പറയുന്നുള്ളതും നമുക്ക് കോണ്ടും അതേപോലെ ബാക്കി എങ്ങനെ നമുക്ക് ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്യും. പിന്നീട് ഒരു വലിയ കയ്യിൽ കൊടുക്കാം, സെലക്ട് ഡ്രൈവ് സർഫസ്. നേരത്തെ നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ് ഒക്കെ വന്നിട്ട് സെലക്ട് കോഡ് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് എനിക്ക് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഒരു ഡ്രൈവ് സർഫസ് സെലക്ട് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം, ഇവിടെ സെലക്ഷൻ. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യും. ഇനി പച്ചമ ക്ലിക്ക് ചെയ്താൽ അതിന് സെലക്ഷൻ ആണ്. അപ്പൊ സെലക്ട് ചെയ്യുന്ന ഡ്രൈവ് 14 നിങ്ങൾ വരക്കുന്ന ഷേപ്പിനനുസരിച്ചിട്ട് ആ ഡ്രൈവിന്റെ നമ്പർ മാറിക്കൊണ്ടിരിക്കും. ചിലവർക്ക് ആ കോംപ്ലിക്കേറ്റ് ആണെങ്കിൽ 14 കൂടും, സിമ്പിൾ ആണെങ്കിൽ 14 കുറയും. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത് ചെക്ക് എന്നുള്ള ഓപ്ഷൻ ഓൺ ആയിട്ട് പിന്നെ ഓൺ ആവും. കണ്ടെയ്ൻമെന്റ് കൊടുക്കാം. കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ടൂളിന് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്, അതിന്റെ ഉള്ളിൽ കിടന്ന് മാത്രമേ ടൂൾ ഓടാൻ പാടുള്ളൂ. ഞാൻ കണ്ടെയ്ൻമെന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ചേഞ്ച് സെലക്ഷൻ ചെയ്യും. ചെയ്യാൻ നോക്കുന്നത് ഇത് കൊടുത്ത്, അതായത് ഈ ചതുരത്തിന്റെ ഉള്ളിൽ പുറത്തേക്ക് അതിന്റെ ഉള്ളിൽ പോകണം. അത് സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഇതിന് പുറത്തേക്ക് ചെറിയൊരു
റെക്റ്റാങ്കിൾ എടുത്താൽ അത് കണ്ടെയ്നർ കൊടുക്കുക. അങ്ങനെ പുറത്തേക്ക് ഞാൻ ഈ ഉള്ളിൽ തന്നെ കൊടുത്തേക്കും. ടിക്ക് ചെയ്യാം. ഈ എൻട്രി പോയിന്റ് ഉള്ളത് ഇവിടെ ഇവിടെ ഇറങ്ങണമെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ശരിക്കും ഓട്ടോമാറ്റിക്കലി മെഷീൻ എടുക്കുമ്പോൾ നമുക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ചെയ്താൽ ടിക്ക് ചെയ്യാം. അപ്പോൾ മറ്റേ പേജില്ല കാര്യങ്ങളൊക്കെ വന്നു. ഇതിൽ ടൂള് സെലക്ട് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്തിട്ടു മറ്റോടെ ഇപ്പുറത്തെ ഞാൻ ഈ കൂടെ ആക്കുന്നത് ഫസ്റ്റ് കൊടുക്കാൻ ഞാൻ ഫസ്റ്റ് തന്നെ കൊടുക്കണം. ലൈബ്രറി ടൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വരച്ചേക്കുന്നത് എത്രയും 130 ആ റേഞ്ച് വന്നിട്ടുള്ളൂ. ഹൈറ്റ് ഡിസ്റ്റൻസ് ഒരു 50 ആ ഒരു റേഞ്ച് വരുള്ളൂ. ആ ഒരു ഇതാണെങ്കിൽ നമുക്ക് ഒരു 12 15 ടൂൾ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് ഈ ടൂൾ പറ്റൂല എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വരച്ച സൈസിൽ ഒന്നിലേക്ക് കൊണ്ടുപോകില്ല ടൂൾ. അല്ലെങ്കിൽ ഭയങ്കര ചെറുതായിരിക്കും. ചെറുതായിപ്പോ അങ്ങനെ വരാറില്ല. പൊള്ളാത്തായിക്കോട്ട് കൂടുന്നുണ്ട്. ഫീഡ് റേറ്റ് ഒക്കെ നേരത്തെ ഇതുപോലെ തന്നെ 1500 150 2500 അത് കൊടുക്കുക. ഇതിന് മറ്റേ ആഡ് ചെയ്യാൻ പരിപാടിയില്ല. അടുത്തതിലേക്ക് പോവാം. സർഫസ് പാരാമീറ്ററിലേക്ക് പോവാം. ഇതിലാണ് നമ്മുടെ മറ്റേ ലിങ്കിങ് പാരാമീറ്റേഴ്സുള്ള കാര്യങ്ങളൊക്കെ. അതായത് ക്ലിയറൻസ്, ട്രാക്ക് സ്പീഡ്, സ്റ്റോക്ക് കൊടുക്കുന്ന എത്രയാണ്, സ്റ്റോക്ക് കൂടെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ പോയിട്ടുണ്ട്. ഇതൊക്കെ ആബ്സ്ട്രൂട്ട് ആക്കാം. നമ്മൾ നേരത്തെ എല്ലാ ആബ്സ്ട്രൂട്ട് ആക്കാം. ഇത് ടൂള് കോമൺ സൈറ്റ് സെന്റർ ഔട്ട് സൈഡ് ഇൻസൈഡ്. അതായത് ടൂള് നമ്മളെ പുറത്തേക്ക് ഇതിന്റെ പുറത്തേക്ക് ഓടണോ ഉള്ളിലേക്ക് ഓടണോ അതിന്റെ ലൈനിലോട്ട്. ഈ സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് ലൈനിനോട് സെന്ററായിട്ട് പോകും. അങ്ങനെ കൊടുക്കാൻ മതി. പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ ടൂൾ പാർട്ടിൽ അങ്ങനെ കാര്യങ്ങൾ. ഇത് നമ്മൾ നേരത്തെ മറ്റോടെ കണ്ടേക്കുമ്പോൾ തന്നെ എൻട്രി ഓപ്ഷൻ, അതായത് നേരിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ കറങ്ങി ഇറങ്ങണോ റാമ്പിൽ ഇറങ്ങണോ അതൊക്കെ കൊടുക്കുന്നത് ഇവിടെ എൻട്രി ഓപ്ഷൻ. ഇവിടെ ജസ്റ്റ് എൻട്രി ഓപ്ഷൻ ഓണാക്കാത്തുള്ളൂ. സ്റ്റെപ്പ് ഡൗൺ നമുക്ക് എന്താണെന്ന് അറിയാലോ. അതായത് ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ട് എത്ര സ്പേസിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങണം. ഇത് രണ്ടാമത്തേക്കണം. ഇത് മാറ്റിയിട്ട് ഒരു 0.14 ആകാം. സർക്കാർ ഞാനിപ്പോ ഇവിടെ 2 കൊടുത്തു. അതാ പറ്റുന്ന 2 കൊടുത്തു. പിന്നെ നമ്മൾ ഡെപ്ത് കൊടുക്കാനുള്ളത് ഈ പേജിൽ തന്നെ കൊടുത്തേക്കണം. ഒരു താഴെ കട്ട് ഡെപ്ത് ഇത് വ്യക്തിയുമാണ് ഡെപ്ത് കാര്യങ്ങൾ. ഇൻക്രിമെന്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക്കലി എടുക്കാൻ നമ്മൾ ആബ്സെന്റ് കൊടുക്കുന്നില്ല. പിന്നെ മിനിമം ഡെപ്ത് എന്ന് പറയുമ്പോൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സർഫസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 0 കൊടുക്കുക. മാക്സിമം ഡെപ്ത് ഇവിടെ 20 കൊടുത്തേക്കണം. 23 കൊടുക്കും. താഴ്ത്തിക്കണെങ്കിൽ ഇവിടെ വിസിറ്റിന്റെ കാര്യം കൊടുക്കുക. മറ്റുള്ള നമ്മൾ ഡെപ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് വന്നിരുന്നു. ഇതങ്ങനെ വരാനായിട്ട് റൈറ്റ് ക്ലിക്ക് അവിടെ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. സെറ്റ് കോർഡിനേറ്റ് ഒക്കെ ക്ലിക്ക് ചെയ്യാം. നേരെ നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് ഇത് നമുക്ക് ഏറ്റവും താഴത്തെ പൊന്തി ശരിക്കും ഇവിടെ കട്ടെടുക്കുള്ളൂ. എന്നാൽ നമുക്ക് ഏറ്റവും താഴത്തെ പൊന്തി കൊടുക്കാം. ഏറ്റവും താഴത്തെ പൊന്തി 40 സ്കൂളിൽ അത് കൊടുക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ പാത്രം എടുത്തേക്കണം പോക്കറ്റാണ്. അപ്പൊ 40 വരെ ഉള്ള ഈ പോക്കറ്റായിട്ട് എന്തോരം സ്ഥലം ഉണ്ടോ അവിടെ ഫുള്ള് ഓട്ടോമാറ്റിക്കലി മെഷീൻ എടുക്കും. അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് നമ്മള് മറ്റുള്ള കറക്റ്റ് 20 mm ആണെങ്കിൽ 20 mm കൊടുത്തിട്ടാണ് നമുക്ക് ചെയ്യണം. ഇത് 40 കൊടുത്താലും 40 കുറഞ്ഞില്ല. അതിന് ഓടാൻ നിൽക്കണം. അതുവരെ അറിയുള്ളൂ. ഓട്ടോമാറ്റിക്കലി മെഷീൻ കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് വീഴുക പ്രത്യേകത. നേരെ ഇത് കൊടുത്ത് ടിക്ക് ചെയ്യും. ഈ ഗ്യാപ്പും അഡ്വാൻസും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ മാക്സിമം സ്റ്റെപ്പ് ഞാനൊന്നും ചെയ്തില്ല. ഇനി ക്ലൈംബ് എന്നുള്ളത് മെഷീൻ പോണ രീതിയാണ്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ പഴയ രീതിയാണ്. അതായത് 1 സൈഡ് പോകണം, ക്ലൈംബ് പറഞ്ഞാൽ 6 ആയി പോകണം. ആ ഒരു ഇതാണ്. അത് നമുക്ക് ക്ലൈംബ് തന്നെ കിടക്കണം. അതിനാണ് പോക്കറ്റ് വെച്ചിട്ട് പോവാം. ഇപ്പൊ അവിടെ മറ്റേ റഫ് അടിക്കുമ്പോ ഏത് ഇതിൽ പോകുന്നുണ്ടോ ഇതിപ്പോ 4% ഈ ഫിനിഷ് ഞാൻ നോക്കിയിട്ടുണ്ട്. റഫ് അടിക്കുന്നത് ഈ കേരി കുറെ മാറ്റാൻ ജസ്റ്റ് പറയാൻ
ഫിനിഷ് പാസ് ഓഫ് ആണെന്ന് പറഞ്ഞേക്കണം. അപ്പൊ കുറെ കട്ടെടുക്കേണ്ടി പറയുന്നത് അപ്പൊ വെയിറ്റ് ചെയ്യാം. ഇതില് മറ്റേത് എടുത്തതിൽ കൂടുതൽ ടൈം എടുക്കും. കുറെ ഈ സിസ്റ്റം നല്ല ടൈം എടുക്കും. അപ്പൊ ചെയ്യുമ്പോ തന്നെ ഫയല് സേവ് ചെയ്തില്ല നിങ്ങൾ തന്നെ. നമുക്ക് പോകില്ല ഇടയ്ക്കൊക്കെ ഓരോ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഇവിടെ പോയി സേവ് ചെയ്യാം. എന്നിട്ട് പതൊന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ച് ഞാൻ കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് ഓടിക്കാം. ചൂട് വന്ന് അതെല്ലാം നടക്കണ്ട ഇല്ല. കാരണം നമ്മുടെ മിനിമം ഡെപ്ത് കൊടുത്തേക്കുന്നത് 0 ആണ്. 0 നമ്മുടെ വർക്കിന്റെ സർഫസ് ആണ്. വർക്കിന്റെ സർഫസിൽ 2 വന്നിട്ട് ഓടിക്കും. ഡെപ്ത് ആണെങ്കിൽ അവിടെ -2 അടുത്തേക്ക് ആയിരത്തിനൊക്കെ അങ്ങനെ പോകും. നമുക്കിതൊന്നും അടുത്തത് മാക്സിമം മെറ്റീരിയൽ റിമൂവ് ചെയ്തിരിക്കണോ നമ്മളിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നല്ല രീതിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇല്ലേ, ചിലപ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോ ചൂട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കുറക്കാനായിട്ട് എന്താ ചെയ്യുന്നത് ആദ്യം പിന്നെ ആ ഡെപ്ത് ഫസ്റ്റ് ഡെപ്തിന്റെ ഡെപ്ത് എടുക്കാൻ ഈ സ്റ്റെപ്പ് 4% എത്രയാക്കാം, ഒരു 45 ആക്കാം. പിന്നെ സർഫസ് പാരാമീറ്റേഴ്സിലെല്ലാം സബ് പാരാമീറ്റേഴ്സിൽ കട്ടിടത്തിന് കൊടുത്ത് ഇവിടെ -0.05 കൊടുക്കുക. അതായത് ജസ്റ്റ് ഒരു പിന്നെ ഇവിടെ മാക്സിമം സെറ്റ് ഡൗൺ ഉള്ളത് 0.14 ആണ്. അത്രയും കൊടുത്താൽ മതി. പിക്ക് ചെയ്യുക. ഫിനിഷ് പാസ് ഓഫ് ചെയ്തോളാണ് കിടക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഫസ്റ്റ് വെക്ടർ എങ്ങനെയാണ് തന്നെ സ്പീഡാക്കാനായിട്ട് ഇവിടെ താഴെ അങ്ങടാക്കാം. പഠിക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. അതായത് ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാവും. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വന്നേ.
ഓരോ സ്റ്റെപ്പ് അപ്പൊ അടിക്കുമ്പോൾ ഇതേപോലെയിരിക്കും. ഇത് നമ്മൾ ഫിനിഷ് എടുക്കുക. ഡെയിലി ചെയ്യണ പോലെ നമുക്ക് ഇത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലങ്ങനെ പറ്റില്ല. ഇത് നമ്മൾ അടുത്തിട്ട് ഉൾപ്പാത്രം എടുക്കണം. അങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യാം. റഫ് അടിച്ച് ഫിനിഷ് ചെയ്യാനായിട്ട് ഉൾപ്പാത്തി പോവാ, സർഫസ് ഫിനിഷ് എടുക്കുക. ഇതില് പോക്കറ്റൊക്കെ എടുക്കാൻ പോകുന്നത് പോക്കറ്റ് ഇതെടുക്കാൻ പോകുന്നത് പാരലാണ്. ഫിനിഷ് ചെയ്യാൻ നമ്മൾ കൂടുതലും ചെയ്യുന്നത് പാരലി, പാരൽ സ്റ്റീപ്പ്, പിന്നെ ഫ്ലോലൈൻ കൊണ്ടുപോകും. അല്ലല്ല, ഫ്ലോലൈനും ഷാലോയും ഷാലിനാണ് ഇപ്പോൾ എടുക്കുന്നത്. ഷാലോ എടുക്കുക, ടിക്ക് കൊടുക്കുക. ഇതിലും മറ്റേ സെയിം സെലക്ഷൻ തന്നെ. സെലക്ട് ഡ്രൈവ് സർഫസ് കൊടുക്കുമ്പോൾ ഫുൾ സെലക്ട് ചെയ്യാം. സെലക്റ്റായി അതിന്റെ സെലക്ഷൻ കൊടുക്കാം. ഡ്രൈവ് 14 ഇതിൽ ചെക്ക് എന്നുള്ള ഓപ്ഷൻ ആണ്. ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. കണ്ടെയ്ൻമെന്റ് കൊടുക്കും. കണ്ടെയ്ൻമെന്റ് നേരത്തെ പോലെ തന്നെ ഇത് കൊടുക്കാം. ഇനി ഇവിടെ ടൂൾ എടുക്കുമ്പോ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ 3D വർക്ക് ചെയ്യണം. അതായത് താഴെ ഉണ്ടാവുന്ന റേഡിയസ് ആവുന്നതാണ്. അപ്പൊ ടൂൾ എടുക്കുമ്പോ ഫ്ലാറ്റ് എടുക്കരുത്. ഫ്ലാറ്റിനെ താഴെ പരന്നായിരിക്കണം. താഴെ റേഡിയസ് ഉള്ള ടൂൾ പോവാ. 12 എടുത്തേക്കണം. അതിനും കുറച്ച് ചെറിയ റൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് വന്നേക്കണേ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ബോൾ മോസ്റ്റ് എന്ന് പറയും. താഴെ റേഡിയസ് ആയിക്കോളും, സൈഡിലും റേഡിയസ് ആയിക്കോളും. ഇനിയിപ്പോ താഴെ ഫ്ലാറ്റും സൈഡിൽ റേഡിയസ് ഉള്ള അതിനെ ഫുൾ നോസ് എന്ന് പറയും. ചില വർക്കിന് നമ്മൾ ഫുള്ളാണെന്ന് വെച്ചാൽ ഇന്നത്തെ വർക്കിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോ 10ന്റെ ഇടാം. 10ന്റെ ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ ടൂളിന്റെ ഒക്കെ മാറ്റണം. അതായത് ഞാൻ മറ്റേ മാറ്റാൻ മാറ്റിക്കോളാം. ഇവിടുത്തെ കോർണർ റേഡിയസ് ഒക്കെ നോക്കണം. കാരണം നമ്മുടെ വർക്കിന്റെ റേഡിയസ് എത്രയാണ് മുന്നേക്കുള്ള അതിന് കുറവായിരിക്കണം നമ്മുടെ ടൂളിന്റെ കോർണർ റേഡിയസ്. അതായത് ഉള്ളിലേക്ക് പോകും. വീഡിയോയിലൊക്കെ മറ്റേ ചെയ്യുന്നതായിട്ട് ഫിനിഷ് അടിക്കാം. 1200 കൊടുക്കുക, 1000 കൊടുക്കുക, പിന്നെ അടുത്തത് സർഫസ് പാരാമീറ്റേഴ്സ് ഇവിടെ എല്ലാം ആക്കുക. എല്ലാം അക്ഷരമാക്കുക. ഇവിടെ സ്റ്റോക്കിന് ആവശ്യമുണ്ടോ? ഈ ഫസ്റ്റത്തെ സ്റ്റോക്ക് നമുക്ക് സ്റ്റോക്ക് ഇങ്ങോട്ട് ഡ്രൈവ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റോക്കാണ്. ഇവിടെ വേറൊരു സാധനം സ്റ്റോക്ക് ഇങ്ങോട്ട് ചെക്ക്. അതെന്താന്ന് ഞാൻ പിന്നെ പറയാം. നമുക്ക് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അടുത്തതിലേക്ക് പോവാം. ഇതിലത്തെ ഇവിടെ മാക്സിമം മാറ്റി പോയി മനസ്സിലാക്കാം. നമ്മൾ ഇതിന് മുമ്പത്തേക്ക് ഇങ്ങനെ മാറ്റിയില്ലേ, അത് മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടുത്തെ മാറ്റിയാൽ മതി. ഇതിൽ പിന്നെ ഡെപ്തൊന്നും കൊടുക്കാനില്ല, എല്ലാം ഓട്ടോമാറ്റിക്കലി ഇപ്പൊ വേണ്ട. ഉൾപ്പാത്തൊന്നും വേണ്ട, നമുക്ക് ഉപ്പിയുടെ ഉള്ളിൽ മാത്രം മതി. പുറത്തും കൂടി വന്നിട്ടുണ്ട്. അതാണ് കണ്ടെയ്ൻമെന്റ് കൊടുത്തേക്കുന്നത് ഈ ഏരിയ. അതിനുള്ളിൽ എവിടെ വേണമെങ്കിൽ ഉള്ളിൽ പോകാൻ ഇതുണ്ട്. പ്ലേ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? സ്ലോ ആയി കഴിഞ്ഞാൽ ഉള്ളിൽ മുകളിലോട്ട് കയറി പോകണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇതിന്റെ കുപ്പിയുടെ മുകളിലേക്ക് കയറിയിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു പാട് വീണാണ്. അതായത് ചൂടാക്കി കയറിയിട്ടാണ് ശരിക്കും തന്നെ കയറാൻ പാടില്ല. ഫിനിഷ് ആയിക്കണം. മറ്റേ കൂടെ ക്ലിയർ ആയിട്ട് തന്നെ ഇവരെ അത്രയും സൂചിയൊന്നും നോക്കണ്ട. അങ്ങനെ വരില്ല, അങ്ങനെ വരില്ല. ഇതിന്റെ പക്ഷെ ഈ സംഭവം മാറ്റണം. ഇതല്ല കേൾക്കുന്നത്, അത് മാറ്റാനായിട്ട് എന്താ ഇപ്പൊ ഈ സൈഡിൽ നടക്കിയിരുന്നോ അത് കളയാനായിട്ട് ഉൾപ്പാത്ത് തന്നെ വന്നിട്ടുണ്ടില്ലേ, പുറത്തേക്ക് നേരെ പാരാമീറ്റേഴ്സ് എടുക്കുക.
സബ്സ്പാൻറ്റേസ്ലി സ്റ്റോപ്പ് ടു ലീവ് ചെക്ക് എന്നുള്ളത് ഒരു രണ്ടെണ്ണമാണ്. എന്നിട്ട് ജോമെട്രി നമ്മൾ ചെക്ക് കൊടുത്തിട്ടില്ല, ചെക്ക് കൊടുത്താലേ അതവിടെ വർക്കാവുള്ളൂ. ചെക്ക് എന്നുള്ളത് മാറ്റാം. ഇത് 3D വർക്കില്ല, ഫുള്ള് സെറ്റ് ആവാം. ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സെലക്ട് ആവും. നമുക്ക് അങ്ങനെ സെലക്ട് ആവരുത്. ഈ ഒരു ചിഹ്നം ഐടി സോഴ്സ് സെലക്ഷൻ, ഇത് ഇപ്പോൾ ഓണായി കിടക്കുന്നതുകൊണ്ടാണ് ഫുള്ള് സെലക്ട് ആവുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടോട്ട് വേണം. സെലക്ട് ഫേസ് ഉണ്ട്, സെലക്ട് ബോഡി ഉണ്ട്. ഈ സെലക്ട് ബോഡി ഓഫ് ചെയ്തിരുന്നു, സെലക്ട് ഫേസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഏത് സ്ഥലത്തൊക്കെ ഈ മുകളിലുള്ള ഭാഗത്തേക്ക് തുള്ളി കയറാൻ പാടില്ല. ചെക്ക് എന്നുള്ള സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏരിയയിൽ തുള്ളി കയറില്ല. അതാണ് സംഭവം, തുള്ളി കയറാൻ പാടില്ല. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യാം, ഞാൻ ക്ലിക്ക് ചെയ്യും. അപ്പൊ ആ ഏരിയയിൽ തുള്ളി കയറില്ല. ആ കുട്ടികളുള്ളിൽ തന്നെ ചെക്ക് കൊടുത്ത് എല്ലാം ക്ലിക്ക് ചെയ്യാം. ഒന്ന് റീജനറേറ്റ് ചെയ്യാം. ഇപ്പൊ കണ്ട കുഴപ്പമൊന്നും കണ്ട ഉള്ളിൽ മാത്രം, നേരത്തെ എങ്ങനെ പുറത്തേക്ക് ഉണ്ടായിരുന്നു. ആ കുപ്പിയുള്ളിൽ മാത്രം ഒന്നും കൂടി ഇപ്പൊ കണ്ട സൈഡിൽ കയറണ്ട. സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ പരിപാടി കാണുമ്പോ ഭയങ്കര റിപ്പോർട്ട് തോന്നും. അതേ സ്പീഡ് ചെയ്യണം, അതേ സ്പീഡ് പോയി അതിൽ റിമൂവ് ചെയ്യണം.